ജീവിതത്തിൽ നമ്മളെ ഏറ്റവും ഹോട്ട് ചെയ്യുന്നുണ്ടെന്നറിയോ? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ കൺമുന്നിൽ വേദനിച്ചില്ലാതെ ആവുന്നതാണ്. മാർക്കോ യെസ് ഗൈസ്, ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഓഫ് 2024 ഉണ്ണിമുകുന്ദൻ നായകനായകൻ ചിത്രം ഇന്ന് തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പടത്തിനെ പറ്റി പറയുമ്പോൾ ഈ പടത്തിലെ മെയിനായിട്ടുള്ള കഥാപാത്രമാണ് ഉണ്ണിമുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ്, പിന്നെ അതിലെ കുറച്ച് വില്ലന്മാർ. ഈ പടത്തിലെ മെയിനായിട്ട് പറയുമ്പോൾ ഇതൊരു വയലൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. ഇതെല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം അത് റേറ്റഡ് സർട്ടിഫിക്കറ്റ് ഉള്ള പടമാണ്. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും ഇത് കാണാൻ അനുവാദമുള്ള ചിത്രമല്ല. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് ഒട്ടും ഇഷ്ടമായ രീതിയിലുള്ള പടം അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ ഒരു വയലൻ്റ് സിനിമ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സിനിമ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്നൊരു സിനിമയാണിത്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഇതിലതിഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്കൊരു കുറച്ച് ലാഗ് അടിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രാമ ടൈപ്പ് സെറ്റപ്പ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത കാരണം കുറച്ച് എൻഗേജിങ് ആയിട്ട് അധികം തോന്നിയില്ല ഫസ്റ്റ് ഹാഫ്. പക്ഷേ ഈ ഉണ്ണിമുകുന്ദൻ്റെ ഇൻട്രൊഡക്ഷൻ സീൻസ്, അതിൽ പിന്നീട് ഇൻ്റർവെൽ പഞ്ച് കാര്യങ്ങളെല്ലാം അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് മെയിനായിട്ട് റിവെഞ്ച് സ്റ്റോറിയുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഉണ്ണിമുകുന്ദൻ റിവെഞ്ച് ചെയ്യുന്ന എങ്ങനെയാണ്, അതാണ് പടത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രെയിലർ കണ്ടാൽ അറിയാം, നമുക്ക് ഒരു റിവെഞ്ച് പടമാണത്. വെട്ടും കുത്തും കൊലപാതകങ്ങളാണ് മൊത്തം. പിന്നെ എടുത്ത് പറയേണ്ടതിൻ്റെ മേക്കിംഗ് തന്നെയാണ്. അതിഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ് ഇതിലുള്ള. ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള രീതിയിലല്ല പടം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഒരാൾ തന്നെയാണ്, നമ്മൾക്കറിയാം, മറ്റേ മിഖായൽ എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ്, ഹനീഫ് അഡേനി. പിന്നെ മെയിനായിട്ട് ഇതിൽ എടുത്ത് പറയാനുള്ള ഇതിലെ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കബീർ ദുഹാൻ സിംഗ്. പുള്ളിക്കാരൻ്റെ ഒരു ലാസ്റ്റ് 20-25 മിനിറ്റേ ഉള്ളൂ പടത്തിൽ. പക്ഷേ വില്ലന്മാരെ വെട്ടിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുവരെയുള്ള വില്ലന്മാരെ മൊത്തം മറികടക്കുന്ന രീതിയിലുള്ള പെർഫോമൻസാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തേക്കുന്നത്. അത് കണ്ട അത്രയ്ക്കും ക്രൂവലായിട്ടുള്ളൊരു വില്ലൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് പടം ലാസ്റ്റ് ഒരു 25-30 മിനിറ്റിനടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഫീലായിട്ട് തോന്നില്ല, കാരണം അധികം വയലൻ്റ് സീൻസ് അതിൽ വന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫിൽ ക്രൂരമായുള്ള സീൻസാണ് പടം മൊത്തം. അപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള കുറേ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഈ പടം. അപ്പോൾ ജഗദീഷ് ഏട്ടൻ പറഞ്ഞ പോലെ മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ളൊരു പടം ഇത് തന്നെയായിരിക്കും. വേറൊരു പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കില്ലെന്ന് പറഞ്ഞ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഫസ്റ്റ് ഹാഫിലൊരു റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റോറിയും പിന്നെ സെക്കൻഡ് ഹാഫ് മൊത്തം റിവെഞ്ച് എങ്ങനെ എടുക്കുന്നുള്ളൊരു പരിപാടിയാണ് അവർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ പടത്തിൽ ആ പാറ്റേണാണ് ഇവർ ഫോളോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ടും പറയാനുള്ള അതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. രവി ബസ്രൂർ എന്ന് പറഞ്ഞ ആളാണ് ഇതിൽ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ പടത്തിൻ്റെ മെയിനായിട്ടും. നമുക്ക് ടീസർ കാണുമ്പോൾ അറിയാം, നല്ലൊരു ടീസറായിരുന്നു ഇതിൻ്റെ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെ പല സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതിന് പകരം കുറച്ചും കൂടിയും വേറൊരു രീതിയിലുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടിയും ഇതിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കാമായിരുന്നു തോന്നി. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ളത് ബാക്കിയുള്ളവരുടെ പെർഫോമൻസാണ്. സിദ്ദിഖ് ആണെങ്കിലും ഉണ്ണിമുകുന്ദൻ ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും എല്ലാവരും അതിഗംഭീരമായിട്ട് അവർ റോൾ ചെയ്തിട്ടുണ്ട്. ഇതിലെ വില്ലൻ്റെ ഒപ്പം വരുന്നൊരു സഹവില്ലൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ക്രൂരനായിട്ടുള്ളൊരു വില്ലനായിട്ട് പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ക്ലൈമാക്സ് എന്ന് പറയുന്ന എല്ലാ പടത്തിൻ്റെയും ടൈലൻ്റ് പോലെ ഒരു ചെറിയൊരു കണ്ടിന്യൂഷൻ പോലെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഫൈറ്റ് സീക്വൻസ് കാര്യങ്ങൾ ഒക്കെ പറയുകയാണെങ്കിൽ ക്രൂരമായ ഫൈറ്റ് സീക്വൻസുകളാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് മനക്കെട്ടുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് ഹാഫിൽ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കൊറിയൻ പടങ്ങളുടെ ഫൈറ്റ് സീക്വൻസ് കണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പടം കാണാൻ. പിന്നെ ഇതിൽ ചെറിയ ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് മാറ്റി വെക്കേണ്ടി വരും. ചില ഫൈറ്റ് സീൻസിൽ കുറേ പേര് വന്നിട്ട് ഒരാളിടിക്കാൻ നോക്കുന്ന രംഗം, അങ്ങനെ ഇതൊക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് ഈ പടത്തിൽ മൊത്തം സെക്കൻഡ് ഹാഫ് മൊത്തം കൊണ്ടുപോകുന്നത്. അങ്ങനത്തെ ഫൈറ്റ് സീക്വൻസുകളിൽ പുള്ളി സിംഗിളായിട്ടുള്ള കുറേ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഈ പടം ശരിക്കും ഒരു ബ്ലഡ് ബാത്താണ്. അപ്പോൾ അത്രയും ചോര കണ്ടിരിക്കാൻ മനക്കെട്ടി ഇല്ലാത്തവർ ആണെങ്കിൽ ഈ പടത്തിന് പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിന്നെ ലാസ്റ്റിലത്തെ ക്ലൈമാക്സ് സീനെല്ലാം നല്ല ടച്ചിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിക്രൂരമായിട്ടുള്ളൊരു പ്രതികാര രീതിയാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികാരമാണ് ഇതിലുള്ളത്. പിന്നെ മെയിനായിട്ടൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഭയങ്കര ഹൈപ്പിൽ വന്നൊരു പടമായ കാരണം ഫസ്റ്റ് ഹാഫിൽ അധികം എൻഗേജിങ് ആയിട്ടുള്ള സീൻസ് അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഡൗൺ ആയി തുടങ്ങിയെന്ന് തോന്നി പടം. പക്ഷേ സെക്കൻഡ് ഹാഫ് അതിഗംഭീരമായിട്ട് ഒരു കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഫൈറ്റ് സീക്വൻസുകളുടെ മുകളിലേക്ക് വന്നൊരു പടമായിട്ട് ഇത് മാറും. KGF വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പറയാം, മലയാളത്തിലൊരു KGF ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അത്രയ്ക്ക് നല്ല ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൺ മാൻ ആർമി ആയിട്ടാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ്, ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഡയലോഗുകൾ അധികം ഇല്ല ഉണ്ണിമുകുന്ദനിൽ, എന്നാലും പെർഫോമൻസും കാര്യങ്ങളെല്ലാം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വയലൻ്റ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം.
ഓക്കെ, ദിസ് ഈസ് മീ കാർത്തിക് സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. താങ്ക് യു.